കുറേ 5-6 വർഷങ്ങളായി ഈ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇതിനെക്കുറിച്ച് നമ്മൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർത്ത് പോലും നമ്മൾ കാര്യങ്ങൾ പറയും. എല്ലാം ചെയ്തിട്ട് പോലും കാലവർഷം അടുത്തിട്ട് പോലും ഇവിടെ ഒരു പരിപാടിയും ഇതിനെക്കുറിച്ച് നടക്കുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ചന്ദ്രനഗറിൽ നിന്നും ആലമ്പള്ളത്തേക്ക് പോകുന്ന പാതയിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ റോഡ് ആകെ തകർന്ന് കിടക്കുകയാണ്. അവിടെ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ നാട്ടുകാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ഈ റോഡിൻ്റെ ശോചനാവസ്ഥയ്ക്കെതിരെ ശയന പ്രദർശനം നടത്തി പ്രതിഷേധിക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ മരുത റോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഈ റോഡ് മുഴുവൻ ഇപ്പോൾ കുണ്ടും കുഴിയായി കിടക്കുകയാണ്. മഴ കൂടി പെയ്തതോടുകൂടി ഈ റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി തവണ പരാതി കൊടുത്തു, പക്ഷേ യാതൊരു രീതിയിലുള്ള നടപടിയും മരുത റോഡ് പഞ്ചായത്തിലെ അധികൃതർ ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാരും പ്രതിഷേധക്കാരും പറയുന്നത്. ഇപ്പോൾ ദൃശ്യം കാണുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴ വെച്ച് പ്രതിഷേധിച്ചതിന് ശേഷം പിന്നീട് ഈ റോഡിലൂടെ ശയന പ്രദർശനം നടത്തുകയാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ ഭാരവാഹി നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഇത് കഴിഞ്ഞ 5 വർഷത്തോളമായി മരുത റോഡ് പഞ്ചായത്തിലെ ഏകദേശം റോഡുകളെല്ലാം ഇതേ അവസ്ഥയാണുള്ളത്. മരുത റോഡ് പഞ്ചായത്തിലെ 6ഓളം വാർഡുകൾ ചന്ദ്രനഗർ കോളനി പ്രദേശം ഉൾപ്പെടുന്ന വാർഡുകളാണ്. ഈ 6 വാർഡുകളിലും ഇതാണ് അവസ്ഥ. അത് കാരണം ഇതെല്ലാം പ്രതിനിധീകരിക്കുന്നത് CPM-ൻ്റെ ജനപ്രതിനിധികളാണ്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെയുള്ളത് CPM-ൻ്റെ ജനപ്രതിനിധികളാണ്. എന്തു തന്നെ ആയാലും CPM-ൻ്റെ ജനപ്രതിനിധികൾ മാത്രമേ വിജയിക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഇതിൽ ഫണ്ട് വെക്കാതെ പരാതി കൊടുത്തില്ല. ഞങ്ങളിത് തുടർ പ്രതിഷേധ പരിപാടിയാണ്. നിരവധി പരാതികൾ നമ്മളിത് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ MLA ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. MP-യോട് ഈ റോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് MP ഫണ്ട് വെക്കാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ അതിനു മുന്നേ MLA ഫണ്ട് വെച്ചു എന്ന് പറഞ്ഞാൽ അത് മുടക്കുന്നൊരു സമീപനമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം. ഇവിടെ ഈ ഡ്രസ്സ് പൊക്കിയല്ലാണ്ട് ഒരാൾക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിലൂടെയാണ് ഈ ആളുകൾ മുഴുവൻ വണ്ടിയിലൂടെ സഞ്ചരിക്കുന്നത്. വളരെ ദുർഘടമായിട്ടുള്ളൊരു അവസ്ഥ. ഇനി സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്നു, മഴക്കാലമാണ്, കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയാണ് ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമായി ഇപ്പോൾ മഴ കൂടി പെയ്തതോടുകൂടി വെള്ളം മൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ കൂടുതൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ വഴിക്ക് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. സത്യമായിട്ടും കുറേ 5-6 വർഷങ്ങളായി ഈ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇതിനെക്കുറിച്ച് നമ്മൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർത്ത് പോലും നമ്മൾ കാര്യങ്ങൾ പറയും. എല്ലാം ചെയ്തിട്ട് പോലും കാലവർഷം അടുത്തിട്ട് പോലും ഇവിടെ ഒരു പരിപാടിയും ഇതിനെക്കുറിച്ച് നടക്കുന്നില്ല. മഴക്കാലമാണ്, സ്കൂൾ തുറക്കാൻ വേണ്ടി പോകണം, അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട്. മരുത റോഡ് പഞ്ചായത്തിൽ ഈ റോഡ് മാത്രമല്ല, ചന്ദ്രനഗർ കോളനി ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ റോഡുകളുടെ അവസ്ഥ ഇതാണ്. ജൽജീവൻ മിഷൻ പ്രോജക്റ്റിൻ്റെ പേരിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ ഒന്നുപോലും സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല. ഇനി സ്കൂൾ തുറക്കുന്ന സമയത്ത് നിരവധിയായ കുട്ടികൾ ഇതിലൂടെ സ്കൂളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടെ ഒരുങ്ങണം. ഈ ചെറിയ മഴയത്ത് തന്നെ ഇത്രയധികം വെള്ളക്കെട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇത് പഞ്ചായത്തിൽ ഇതിനെതിരെ പരാതി കൊടുത്താൽ പഞ്ചായത്ത് പറയും MLA ഫണ്ടിൽ നിന്ന് ഇവിടെ റോഡ് പണിയുന്നുണ്ടെന്ന്. MLA ഫണ്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞാൽ 5 വർഷക്കാലമായി ഇവിടുത്തെ ആളുകൾ മുഴുവൻ കാത്തിരിക്കുകയാണ് ആ MLA ഫണ്ട് വരുന്നതിനായിട്ട്. പക്ഷേ ആ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇതൊരു സൂചനാ സമരമാണ്. ഇനിയും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭങ്ങൾ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തും എന്നാണ് ഇത് പറയാനുള്ളത്. ഈ പ്രതിഷേധം നടന്ന റോഡ് ഒരു വട്ടം കൂടി കാണിച്ചു തരാം. ഈ കാണുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡുള്ളത്. നമുക്ക് വൈഡ് ക്യാൻവാസ് വെക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കുഴികളെല്ലാം അത്രയും ബുദ്ധിമുട്ടിലാണ് ഈ നാട്ടുകാരുള്ളത്. ഈ കുഴികളെല്ലാം താണ്ടി വേണം ഇവിടെയുള്ള നാട്ടുകാർക്ക് പുറം ലോകത്തേക്ക് എത്താൻ. ചന്ദ്രനഗർ എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് എത്തിയാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ പാതയാണ് ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഇതിൻ്റെ ഈ ശോചനാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പ്രതിഷേധിച്ച ആളുകളുടെ ആവശ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നാട്ടുകാരുണ്ട്. ഏട്ടാ, വീടിന് മുറ്റത്ത് ഇങ്ങനെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായി കിടക്കുകയാണല്ലേ? അത് 10-20 വർഷമായി ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ്. ആളുകൾ വെറുതെ അനാവശ്യം പറഞ്ഞിട്ട് പോവുക, നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആരും പരാതി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം ശരിയാക്കും. നോക്കുമ്പോൾ ഇത്രയും കാലമായിട്ട് ഇനി ശരിയാക്കിയിട്ടില്ല. അപ്പം വലിയ ബുദ്ധിമുട്ട് തന്നെ. മഴയൊക്കെ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം 1-2 മാസം ഈ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ വേനൽ ചൂടിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും മഴ പെയ്തപ്പോൾ വീണ്ടും ഇതായി.
അത് റിപ്പയർ ചെയ്യുന്നേ ഇല്ല. ചെയ്യാ പറയുന്നല്ല, ചെയ്യുന്നില്ല. കുറച്ച് പൈപ്പ് ലൈനിൻ്റെ കാര്യം പറഞ്ഞു, പൈപ്പ് ലൈനിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ശരിയാക്കാമെന്ന്. ഇനിയിപ്പോൾ ഇനിയും ശരിയാക്കേണ്ട ഇത് കാണാനില്ല. അപ്പോൾ ആളുകളെല്ലാം വലിയ രീതിയിൽ ഈ റോഡിനെ കുറിച്ചുള്ള പരാതികൾ മാത്രമാണ് ആളുകൾക്കുള്ളത്. ഇപ്പോൾ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരാണ് ശരി, കാൽനട യാത്രക്കാരാണ് ശരി, അവർക്കെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെയും എല്ലാം പ്രവർത്തകർ ചേർന്ന് ഇപ്പോൾ ശയന പ്രദർശനം നടത്തിയും അതുപോലെ തന്നെ ഈ റോട്ടിൽ വാഴ വെച്ചും പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലി, റിപ്പോർട്ടർ പാലക്കാട്.